ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിബൺ കൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ മേക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ മേക്കിങ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിബൺ വേണം, അതുപോലെ ഒരു ലൈറ്റർ, അതുപോലെ ഒരു പെൻസിലെടുത്താൽ കൊള്ളാം, പിന്നെ കത്രിക, പിന്നെ നമ്മുടെ നീഡിൽ ആൻഡ് ത്രെഡ്, സാധാരണ മെഷീൻ നൂല് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡൊന്ന് ലൈറ്റർ ഉപയോഗിച്ച് ജസ്റ്റ് വൃത്തിയാക്കി കൊടുക്കാം. അധികമൊന്നും കരിയാതെ നോക്കണേ. പതിയെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ടൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ ഇട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ പീസ് കിട്ടും. അപ്പോൾ ഈ രണ്ട് സൈഡും നമുക്ക് ഒന്നുകൂടി ഒന്ന് ലൈറ്റർ ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കാം. ഞാൻ 1 ഇഞ്ച് വീതിയിലുള്ള റിബൺസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് 4 കോണുകളും ഇങ്ങനെ മടക്കി കൊടുക്കാം. 4 കോണും ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പ് ഓരോ അടയാളം നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് അതിനകത്ത് കാണാം, ഒരു സ്ക്വയർ ഷേപ്പ്. അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയറിൽ നമുക്ക് പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കാം. ആ ഒരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് വരച്ചാലും മതി, പക്ഷേ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടും തോന്നും, അതുകൊണ്ടാണ്. ഓക്കെ, ഇതിനടുത്ത് നമുക്ക് ഇതേ കളറിൽ മാച്ച് ആയിട്ടുള്ള ഒരു നൂല് എടുക്കാം. ഞാനിവിടെ പച്ചയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് പച്ച തന്നെ എടുക്കാം. ഇത് നമ്മളിവിടെ ഈ ഒരു നമ്മുടെ ആ ഒരു സ്ക്വയറിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സ്ക്വയറിൻ്റെ ഓരോ കോണുകൾ, ഓരോരോ മൂലകളായിട്ട് നമുക്ക് ഇങ്ങനെ തുന്നി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഓവറായിട്ട് തുമ്പിലിട്ട് അടുപ്പിക്കേണ്ട കേട്ടോ. കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് തുന്നുന്നതായിരിക്കും നല്ലത്. റണ്ണിങ് സ്റ്റിച്ച് ഞാൻ ഇതിനു മുമ്പൊക്കെ ബേസിക് സ്റ്റിച്ചിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് 4 സൈഡും ഇങ്ങനെ തുന്നി കൊടുക്കാം. ഓക്കെ, അപ്പോൾ തുന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു നൂലിന് താഴ്ഭാഗത്ത് കെട്ടിടുമല്ലോ, ആ ഒരു കെട്ടിൻ്റെ ആ ഒരു ഭാഗവും നമ്മളിപ്പോൾ തുന്നി എൻഡ് ചെയ്ത് വെച്ച ആ ഒരു ഭാഗം, 2 ഭാഗം കൂടി നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗം കുഴിയാക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് വലിച്ചെടുക്കാം. എന്നിട്ട് ഇത് ടൈറ്റാക്കി വലിച്ചിട്ട് നമുക്കിതിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ടിലങ്ങ് ഒരു കെട്ടിട്ട് കൊടുക്കാം. ചുറ്റി വേണം കെട്ടിടാൻ. ഇതുപോലെ ഒരു തുമ്പിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഈ താഴ്ഭാഗത്തെ നമുക്ക് ഈ നൂല് ഉപയോഗിച്ചതാ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ടൈറ്റായിട്ട് ചുറ്റണേ. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കാണ്ട് നമുക്കിവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഒരു 2-3 കെട്ടിടുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം. നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ആ നൂല്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ, അതായത് 4 ഇതളുകൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് ആ ഫ്ലവർ ഷേപ്പ് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ഫ്ലവർ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ തുമ്പിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം. വല്ലാതെ അങ്ങോട്ട് ഉരുക്കരുത്. നമ്മൾ കെട്ടിയിട്ട് ആ ഒരു നൂലും കൂടി കത്തിപ്പോയാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ കുറച്ചിങ്ങനെ ഉരുക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത്, ഇതേ നൂല് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ബീഡ്സ്, ചെറിയ വൈറ്റ് പേൾ ഉണ്ടാവില്ലേ, ആ പേള് നമുക്കിതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. അത് നമുക്ക് നടുക്കുന്ന സൂചി എടുത്തിട്ട് പേളെടുത്തിട്ട് നടുക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ കൈവശം ഇപ്പോൾ ഈ ഒരു പേളേ ഉള്ളൂ. നിങ്ങൾക്കിതിൽ ചെറിയ പേളൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഈ പേള് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിരിക്കും. എന്നിട്ട് താഴ്ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റിൽ ഒന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതിന് ഒരു പണിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രോക്കിൽ, അതല്ലെങ്കിൽ ചെറിയ ബണ്ണുകൾ, അതുപോലെ ഹെയർ ബാൻഡ്, ഇങ്ങനത്തെയൊക്കെ ഓരോ ഐറ്റംസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക, സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.